നമ്മള് ഇപ്പള്ളൊരു ജനറേഷൻ ക്വിക്കായിട്ടുള്ള ഫിക്സ് ആണല്ലോ എല്ലാം നോക്കുന്നേ. തലവേദന വന്നു, നമ്മളൊരു മെഡിസിൻ എടുത്ത് കഴിച്ചു. പനി വന്നു, നമുക്കറിയാം മെഡിസിൻസ് പേരൊക്കെ നമുക്കറിയാം. ആ. നമ്മൾ മെഡിസിൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കഴിച്ചു. കുഞ്ഞിന് കോൾഡ് വന്നു, നമുക്കൊരു സിറപ്പുണ്ട്, നമ്മളത് കൊടുത്തു. നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവണു, ബിപി ഉണ്ടാവണു, അതിന് നമ്മൾ മരുന്ന് കഴിക്കണം. ആ കഴിക്കുന്ന മരുന്നിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് വേറൊരു അസുഖം വരുന്നു. അതിന് നമ്മൾ വേറൊരു മരുന്ന് കഴിക്കും. നമ്മള് ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന മോഡേൺ മനുഷ്യന്മാര് വിചാരിക്കുന്ന ഇതിന് പ്രൂഫുണ്ട്. ആസ് ഇത് നമുക്ക് ഇങ്ങനെ അംഗീകരിച്ച് വരുന്നതായതുകൊണ്ടും, ഇതൊരു ക്യാപ്സ്യൂൾ രൂപത്തിലായതുകൊണ്ടും, ദീസ് ആർ ദ കെമിക്കൽസ് വിച്ച് ഇസ് ഗോണ ട്രീറ്റ് അസ് എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഞാനും അങ്ങനെ ധരിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്. ഇത് കാണുന്നവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇങ്ങനല്ലാത്തവരും ഉണ്ട്. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ബാലൻസ് എവിടെയാണ്? മരുന്നില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ഉഹുഹു. പ്രകൃതിയിൽ തന്നെ എന്തിനാ ഔഷധം ഉണ്ടാക്കിയത്? അതെ. അതിന് അതിൻ്റെ ആവശ്യകത പ്രകൃതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ഉണ്ടാക്കിയതും ബുദ്ധിയുള്ള മനുഷ്യർ അത് കണ്ടെത്തിയതും. ഉം. ഇവിടെ സംഭവിക്കുന്നത് നമുക്കിത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്നറിയാതായിപ്പോയി. ഉം. അതുകൊണ്ടാണ്. ഇപ്പോൾ ആഹ്, കമേഴ്സ് ഉം. കമേഴ്സ്യലിസം പറഞ്ഞു. ഉം. ഈ എപ്പോഴാണോ ആവശ്യക്കാർ കൂടുന്നത് ഉം. അവിടെ വിതരണക്കാരും കൂടും. കൂടും. അപ്പോൾ ആവശ്യക്കാർ കുറയണമെങ്കിൽ അറിവുള്ളവർ കൂടണം. ഉഹും. ഇപ്പം നേരത്തെ പെയിൻ കില്ലർ ഉം. പെയിൻ കില്ലർ വേണ്ടേ? ഇപ്പോൾ എനിക്കൊരു തലവേദനയുണ്ട്, ഉം. ഒരു മീറ്റിംഗുണ്ട്, ഉം. എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു മീറ്റിംഗാണ്. ഉം. ആ സമയത്ത് ഞാൻ തലവേദനയോടുകൂടി പോകണോ, ഒരു മരുന്ന് കഴിച്ച് തലവേദന മാറ്റിയിട്ട് അത് അറ്റൻഡ് ചെയ്യണോ? മരുന്ന് കഴിക്കണം. കഴിക്കണം. ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു മുറിവുണ്ട്, ഉം. അപ്പോൾ അവിടെ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനായി പിന്നെ അതാകെ പ്രശ്നമാവും. അപ്പം മരുന്ന് വേണം. പനി വന്നാൽ അതിനൊരു മരുന്ന് വേണം. അപ്പോൾ ഇതൊക്കെ അവസരോചിതമായി ഉപയോഗിക്കേണ്ടതാണ്. ഉം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉം. ഈ 4 ബലങ്ങൾ, ചതുർബലങ്ങളെക്കുറിച്ച് നമ്മുടെ അവബോധം, അവനവനെക്കുറിച്ചുള്ള ബോധം ശൈശവ ദശയിൽ തന്നെ പഠിപ്പിച്ച് തുടങ്ങണം. ഉം. അതായത് നിങ്ങൾ എങ്ങനെയാണോ യുക്തമായ ആഹാരം കഴിക്കേണ്ടത്, എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. ധ്യാനിക്കുന്നതിന് പകരമാണ് പണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഉഹുഹു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രെയർ, ഉം. അത് ഇംഗ്ലീഷ് വാക്ക്. ഉം. പ്രാണനെ അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാണാർത്ഥന അഥവാ പ്രാർത്ഥന. പ്രാർത്ഥന. പ്രാണൻ എന്ന് വെച്ചാൽ ജീവൻ. ഉം. എന്നാൽ എപ്പോഴാണോ ഔഷധം ആവശ്യമുള്ളത് ഉം. ആ ഔഷധം നമുക്ക് വളരെ സ്വതന്ത്രമായും വളരെ സന്തോഷമായിട്ടും നമുക്കത് സ്വീകരിക്കാം. ഒരു ദോഷവും ചെയ്യില്ല. അത് അവസരത്തിൽ ഉപയോഗിക്കുന്ന വിഷമാണ്. ഉം. കേട്ടിട്ടുണ്ട്? അവസരത്തിൽ ഉപയോഗിക്കുന്ന വിഷം. ആ. എല്ലാ മരുന്നും വിഷമാണ്. ആ. എന്തിന്? ആഹാരം പോലും വിഷമാണ്. നാം ഇപ്പോൾ അമിതമായ ആഹാരം കഴിച്ചാൽ എന്താ? ആ. അസ്വസ്ഥത ഉണ്ടാവില്ലേ? പിന്നെ പിന്നെ. വളരെ കുറച്ച് ആഹാരം കഴിച്ചാലും അസ്വസ്ഥത ഉണ്ടാവും, ആ. ആരോഗ്യം ഉണ്ടാവില്ല. ആ. അപ്പോൾ ഇന്ന് നിലവിലുള്ള എല്ലാ മെഡിസിൻസും പിന്നെ പലരും പറയും ആയുർവേദ മരുന്ന് വളരെ സുരക്ഷിതമാണ്. ഇതൊക്കെ വിഷമാണ്. ഉം. ഈ വാശാരിഷ്ടം എന്നൊരു അരിഷ്ടമുണ്ട്. ഉഹും. കഫത്തിന് കൊടുക്കുന്ന മിക്കവാറും കൊടുക്കുന്നതാണ്. ആടലോടകമാണ് അതിൻ്റെ എസൻസ്. ഉം. ആടലോടകം ക്രമാതീതമായി കഴിച്ചാൽ വിഷമാണ്, അത് ഛർദ്ദിക്കും. ഓ. പിന്നെ അതിനേക്കാൾ അല്പം കൂടി ഒരു പിന്നെ ഇത് എഫക്റ്റ് കൂടിയ കഫകാരിയായ ഒരു മെഡിസിനാണ് കനകാസോ എന്ന് പറയും. ഉഹും. ഉമ്മം എന്ന് പറഞ്ഞൊരു ഇതില്ലേ, കായില്ലേ, ഉമ്മത്തുങ്ക, ആ. പിന്നെ പിന്നെ. വിഷമാണത്. ആ. അതിനെ ശുദ്ധി ചെയ്ത് ഒരു പ്രത്യേക അളവിലാണ് ഈ കനകാസവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് കിട്ടുന്ന അലോപ്പതി മെഡിസിൻ്റെ ഭൂരിഭാഗവും ഈ സ്നേക്ക് വെനമാണ്, പാമ്പിന് വിഷമാണ്. ആ. ആ അപ്പോൾ വിഷവും മരുന്നുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോസേജാണ്. ഓക്കേ. അതുകൊണ്ടാണ് കാലം, ദേശം, പ്രമാണം എന്ന് പറയുന്നത്. നമ്മൾ ഏത് എൻവയോൺമെൻറ്റിലാണത് കഴിക്കുന്നത്, എത്ര കാലഘട്ടത്തിൽ, എത്ര പീരീഡാണത് കഴിക്കേണ്ടത്, ഏത് അളവിൽ കഴിക്കണം, കഴിക്കണം. ഇത് മൂന്നും കൂടെ ചേർത്താൽ ആ വിഷമാണ് ഔഷധമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിൽ മൂന്നിൽ കാലം, ദേശം, പ്രമാണം, ആ കഴിക്കുന്ന എൻവയോൺമെൻറ്റും പീരീഡും കാലം ഡോസും തെറ്റിയാൽ ഇറ്റ് വിൽ വർക്ക് ആസ് പോയ്സൺ. പോയ്സൺ. അപ്പോൾ ഇത് ഔഷധം ഒരിക്കലും ഒരു അപകടമല്ല, വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ അതിനേക്കാൾ ആവശ്യമുള്ളത് നമ്മുടെ ദിനചര്യ, സ്വയം പ്രതിരോധ സംവിധാനത്തെ, അതും കോംപ്രിഹെൻസീവായിട്ട് ഉം. ഉം. ആ ആ- ആ ഒരു അടിസ്ഥാന തലത്തിൽ തന്നെ ഈ ചതുർബലങ്ങൾ, അന്നവും ആസനവും പ്രാണവും മനവും, ഉം. ഇത് നാലും നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി അതൊരു ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോയാൽ
എപ്പോഴാണോ സാഹചര്യങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഔഷധ സേവ ആവശ്യം, അത് യുക്തമായി ഉപയോഗിക്കാനും പൂർണ്ണ ഫലവും തരും. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഉം.